ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഫ്ലാറ്റൻ അറേ എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആയിരിക്കും കവർ ചെയ്യുക. നമുക്ക് ഒരു അറേ തന്നിട്ടുണ്ട്. ഈ അറേയിലെ ചില എലമെൻറ്റ്സ് എല്ലാം നെസ്റ്റഡ് അറേസ് ആയിരിക്കും. ഇതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ എലമെൻ്റ് ആയിട്ട് ഒരു അറേയാണ്. ആ അറേയിൽ 3 എന്ന് പറഞ്ഞൊരു എലമെൻ്റ് ഉണ്ട്, പിന്നെ മറ്റൊരു അറേയും ഉണ്ട്. ഇതുപോലെ എത്ര ലെവൽ ഓഫ് അറേസ് വേണേലും വരാം, നെസ്റ്റഡ് അറേസ് വേണേലും വരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5, 6, 7 ഇതൊരു അറയാണ്. അതിന് ഉള്ളിൽ 6, 7 എന്ന് പറഞ്ഞാൽ മറ്റൊരു അറയുണ്ട്. ഇതുപോലെ മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് അറേസ് ഉണ്ടായിരിക്കാം. ഇങ്ങനെ ഉള്ള ഒരു അറയെ ഫ്ലാറ്റൻ ചെയ്യണം. ഫ്ലാറ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ അറയെ ഫ്ലാറ്റൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1, 2, 3, 4, 5, 6, 7 എന്ന് കിട്ടും. ഈ നെസ്റ്റിംഗ് ഓഫ് അറേസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തു. ഇതായിരിക്കും ഈ അറയെ ഫ്ലാറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. അതിനുവേണ്ടി നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം, ഫ്ലാറ്റൻ അറേ. നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞാൽ ഈ അറയെ ഫ്ലാറ്റൻ ചെയ്യണം. കോൺസ് റിസൾട്ട് ഈക്വൽ ടു എംപ്റ്റി അറേ. നമ്മൾ ഈ അറയെ മോഡിഫൈ ചെയ്യുന്നുണ്ടാവില്ല, നമ്മളൊരു പുതിയ അറേ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. നമ്മൾ ഓരോ എലമെൻറ്റ്സിലൂടെയും ഐറ്ററേറ്റ് ചെയ്യുന്നു. ഫോർ ലെറ്റ് i ഈക്വൽ ടു 0, i ലെസ് ദാൻ അറേ ഡോട്ട് ലെങ്ത് i പ്ലസ് പ്ലസ്. എലമെന്റ് അറേ ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. അതെങ്ങനെ ചെക്ക് ചെയ്യാം? ഇഫ് അറേ ഡോട്ട് ഈസ് അറേ, അറേ ഓഫ് i. നമ്മൾ ഓരോ എലമെൻറ്റും അറേ ആണെന്ന് ഇവിടെ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അറേ അല്ലെങ്കിൽ എന്തായിരിക്കും ചെയ്യേണ്ടത്? സപ്പോസ് ഇപ്പം 1നെ കാണുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആ എലമെൻറ്റിനെ പുഷ് ചെയ്യും. റിസൾട്ട് ഡോട്ട് പുഷ് അറേ ഓഫ് i. ഇനി എലമെന്റ് അറേ ആണെങ്കിൽ ഈ ഒരു കേസിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതിനെ ഫ്ലാറ്റൻ ചെയ്യണം. ഈ അറയെ ഫ്ലാറ്റൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുക? ഈ അറയെ ഫ്ലാറ്റൻ ചെയ്യുമ്പം നമുക്ക് ഇങ്ങനൊരു അറേ ആയിരിക്കും കിട്ടുക. നമുക്ക് റിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഈ എലമെന്റിനെ ഫ്ലാറ്റൻ ചെയ്യാം. കോൺസ് ഫ്ലാറ്റൻഡ് എലമെന്റ് ഈക്വൽ ടു ഫ്ലാറ്റൻ ഓഫ് അറേ ഓഫ് i. ഈ അറയെ നമ്മൾ ഫ്ലാറ്റൻ ചെയ്തു എന്ന് വിചാരിക്കുക. അന്നേരം നമുക്ക് 3, 4 കിട്ടി. ഇനി എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ റിസൾട്ട് അറയിലോട്ട് അതിനെ പുഷ് ചെയ്യണം. എങ്ങനെ പുഷ് ചെയ്യാം? സപ്പോസ് നിങ്ങൾ ആദ്യമേ 1നെ കണ്ടു, അന്നേരം റിസൾട്ട് അറയിൽ ഫസ്റ്റ് 1 വന്നു, അത് കഴിഞ്ഞ് 2നെ കണ്ടു, 2 വന്നു. ഇപ്പം റിസൾട്ട് അറേ 1, 2 എന്ന് പറഞ്ഞാൽ ഈ 2 എലമെൻറ്റ്സ് ആണ് റിസൾട്ട് അറയിൽ ഉള്ളത്. അന്നേരം നമ്മൾ ഫ്ലാറ്റൻ ചെയ്തു ഈ അറയെ. ഇപ്പം നമ്മുടെ കയ്യിൽ 1, 2 ഉണ്ട്, ഫ്ലാറ്റൻ ചെയ്ത് 3, 4 എന്ന് പറഞ്ഞാൽ ഈ അറയും ഉണ്ട്. നമുക്ക് 1, 2 ഉള്ള ഈ അറയിലോട്ട് 3, 4നെ ഇൻസേർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ നമുക്ക് ഈ 2 അറേസ് യൂസ് ചെയ്തിട്ട് 1, 2, 3, 4 എന്ന് കിട്ടണം. അതെങ്ങനെ ചെയ്യാം? റിസൾട്ട് ഡോട്ട് പുഷ് സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക, ഫ്ലാറ്റൻഡ് എലമെന്റ്. ഇനി നമ്മൾ ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യുക, റിട്ടേൺ റിസൾട്ട്. നമുക്ക് ഈ കോഡ് വർക്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. കൺസോൾ ഡോട്ട് ലോഗ് ഫ്ലാറ്റൻ അറേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അറയെ ഫ്ലാറ്റൻ ചെയ്ത് കിട്ടി. ഇവിടെ മെയിൻലി ഓർത്തിരിക്കേണ്ട കാര്യം, അറേ ആണെങ്കിൽ നമ്മൾ എഴുതിയ ഈ ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യും. ഈ 3, 4ന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫ്ലാറ്റൻഡ് അറേ കിട്ടും. ആ ഫ്ലാറ്റൻഡ് അറേ കിട്ടിയതിന് ശേഷം നമ്മൾ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മുടെ റിസൾട്ട് അറയിലോട്ട് ആ ഫ്ലാറ്റൻ ചെയ്ത എലമെന്റിനെ പുഷ് ചെയ്യും. ഇവിടെ ഓർത്തിരിക്കേണ്ടത്, നമ്മൾ ഒരു അറേ എലമെന്റിനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഫ്ലാറ്റൻ ചെയ്യുക. ഫ്ലാറ്റൻ ചെയ്ത ഔട്ട്പുട്ടിനെ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് റിസൾട്ടിലോട്ട് പുഷ് ചെയ്യുക.